കാർഷിക വാർത്തകൾ. ഉത്സവ ഡിമാൻഡിനിടയിൽ ഇറക്കുമതി നടത്തിയ കുരുമുളക് വിറ്റുമാറാനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം ഇടപാടുകാർ. ലഭ്യത ഉയർന്നിട്ടും ഏലയ്ക്കയ്ക്ക് ഡിമാൻഡ് കൂടി. ഉൽപാദന കേന്ദ്രങ്ങൾ വഴി വിദേശ മുളക് വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ടെങ്കിലും ആവശ്യക്കാരില്ല. അതേസമയം നാടൻ മുളകിന്റെ വരവ് മെച്ചപ്പെടുമെന്ന കണക്കുകൂട്ടലിലാണ് വിപണി. ദീപാവലി വരെയുള്ള കാലയളവിൽ കുരുമുളകിന് ആഭ്യന്തര ഡിമാൻഡ് പതിവാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 64,600 രൂപയിൽ വിപണനം നടന്നു. അനുകൂലമായ കാലാവസ്ഥയിൽ റബ്ബർ ടാപ്പിംഗ് സജീവമായി. ഇതോടെ ലാറ്റക്സ് വിൽപ്പനയ്ക്ക് ഇടപാടുകാർ ഉത്സാഹിച്ചു. കൊച്ചിയിൽ ലാറ്റക്സ് കിലോ 132 രൂപ. നവരാത്രിയോടനുബന്ധിച്ച് ഒരു വിഭാഗം ഉത്തരേന്ത്യൻ വ്യാപാരികൾ പിന്നോക്കം മാറിയത് ഇടപാടുകളുടെ വ്യാപ്തി കുറച്ചു. 4ാം ഗ്രേഡ് റബ്ബർ വില 214 രൂപയിൽ നിന്നും 210ലേക്ക് ടയർ വ്യവസായികൾ ഇടിച്ചു. ഏലക്ക ലഭ്യത ഉയർന്നെങ്കിലും വാങ്ങലുകാർ ലേലത്തിൽ ചരക്കിനായി മത്സരിച്ചു. വാരാന്ത്യം ലേലത്തിൽ 1.5 ലക്ഷം കിലോയ്ക്ക് മുകളിൽ ചരക്കെത്തിയതിൽ ഏറിയ പങ്കും ഇടപാടുകാർ തിരക്കിട്ട് ശേഖരിച്ചു. ഉത്സവ സീസണായതിനാൽ രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാരുള്ളത് മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ ചരക്ക് ഇറക്കുമെന്ന നിഗമനത്തിലാണ് വാങ്ങലുകാർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 100 കടന്ന് രാജ്യത്തെ തക്കാളി വില. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയുമാണ് വില ഉയരാൻ കാരണം. ഓണത്തോടനുബന്ധിച്ച് തുടങ്ങിയതാണ് തക്കാളി വിലയിൽ വർധന. ഓണത്തിന് 25 രൂപയായിരുന്നത് സെപ്റ്റംബർ അവസാനത്തോടെ 60 രൂപ കടന്നു. ഒക്ടോബർ ആദ്യവാരത്തോടെ ഇത് 100 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉത്സവ സീസണായതിനാൽ വില ഇനി ഉയരുമെന്നാണ് വിപണി വിലയിരുത്തുന്നത്. നാസിക്കിൽ 20 കിലോ വരുന്ന പെട്ടിക്ക് 1,600 രൂപ വരെയാണ് ഇപ്പോൾ വില. അമിതമഴയും വൈറസ് ആക്രമണവുമാണ് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചത്. മഹാരാഷ്ട്ര അടക്കമുള്ള പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങളെല്ലാം വിളനാശ ഭീഷണി നേരിടുകയാണ്. തക്കാളിക്ക് ഗണ്യമായി വിലയിടിഞ്ഞ സമയങ്ങളിൽ പല കർഷകരും ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇതും ഉൽപാദനം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. ഈ വർഷം ജൂണിലും തക്കാളി വില 100 രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ക്യാമ്പയിനുമായ റബ്ബർ ബോർഡ്. റീപ്ലാന്റ് ആൻഡ് റിവാർഡ് എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിൻ 2025 ഫെബ്രുവരി 15 വരെ തുടരും. റീപ്ലാന്റ് ചെയ്ത് പ്രതിഫലം നേടുക എന്ന ആശയത്തോടെ പ്രകൃതിദത്ത റബ്ബർ ഉൽപാദനത്തിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുകയാണ് റബ്ബർ ബോർഡ് ലക്ഷ്യമിടുന്നത്. പരമ്പരാഗതമായി വളരുന്ന പ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് റബ്ബർ ബോർഡ് ക്യാമ്പയിൻ നടത്തുക. ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദനം, നല്ല കാർഷിക രീതികൾ സ്വീകരിക്കൽ, കൈവശ ഭൂമികൾ സ്വീകരിക്കൽ, യൂറോപ്യൻ യൂണിയൻ വനനശീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പ്രയോജനപ്പെടുത്തൽ, നടീൽ പ്രവർത്തനങ്ങൾ, സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ക്യാമ്പയിൻ. രാജ്യത്തുടനീളം 1000 ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനാണ് റബ്ബർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്ഷീരമേഖലയുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്ഷീരശ്രീ എന്ന ഒറ്റ പോർട്ടലിൽ ലഭിക്കും. പാൽ സംഭരണം, പാലിന്റെ അളവ്, കാലിത്തീറ്റ എന്നിങ്ങനെ പാൽ ഉൽപാദന മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ പോർട്ടൽ ഉപയോഗപ്പെടുത്താനാകും. കാർഷിക ആനുകൂല്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗപ്പെടുത്തുന്ന ക്ഷീരശ്രീ പോർട്ടൽ പ്രവർത്തനം വിപുലീകരിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഏകീകൃത സംവിധാനം ഒരുക്കുന്നതോടെ വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ ഒന്നിച്ചാക്കാനാകും. ഇത് ക്ഷീരവകുപ്പിന്റെ ഏത് ഓഫീസിൽ നിന്നും നിരീക്ഷിക്കാനുമാകും. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഏകീകൃത പോർട്ടൽ സംവിധാനം സജ്ജമാക്കുന്നത്. ഏകീകൃത പോർട്ടൽ നടപ്പിലാക്കിയാൽ ഗുണനിലവാരം, അളവിന്റെ കൃത്യത എന്നിവയ്ക്ക് മിൽക്ക് അനലൈസറിന്റെയും അളവ് ഉപകരണങ്ങളുടെയും കൃത്യത ഉറപ്പാക്കേണ്ടതുണ്ട്. കൂടാതെ പാലിലെ കൊഴുപ്പ്, കൊഴുപ്പിതര ഘടകങ്ങൾ എന്നിവയുടെ ശതമാനം അനലൈസറിൽ നിന്ന് കൃത്യമായി ലഭിക്കണം. പാലളക്കുന്ന ക്ഷീരകർഷകർക്ക് ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സ്മാർട്ട് ID ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 213, RSS 5 210, ലാറ്റക്സ് 140, ജാതിക്ക 310, ജാതി പത്രി 1500 മുതൽ 1900 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 260, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 64,600,
കുരുമുളക് അൺഗാർബിൾ 63,600. ഏലക്ക 2,200 മുതൽ 2,300 വരെ. വെളിച്ചെണ്ണ 19,400. കൊപ്ര 13,700. ചുക്ക് 36,000.